Hello and welcome back to my channel. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഹെയർ സ്റ്റൈൽസിൻ്റെ വീഡിയോ ആണ്. ഞാൻ എൻ്റെ കഴിഞ്ഞ ഹെയർ സ്റ്റൈൽ വീഡിയോ ചെയ്തപ്പോൾ അതിൽ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്ട് ഹെയർസിന് പറ്റില്ല, ഇത് ലോങ് ഹെയറിന് മാത്രമേ പറ്റുള്ളൂ. എന്താ ഇപ്പോൾ ചെയ്യുന്ന ഹെയർ സ്റ്റൈലിൽ ഷോർട്ട് ആണെങ്കിലും ലോങ് ആണെങ്കിലും കേളി ആണെങ്കിലും സ്ട്രെയിറ്റ് ആണെങ്കിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെയർ സ്റ്റൈലാട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ഹെയർ സ്റ്റൈൽ. ഒരു പോണി ടെയിൽ പോലത്തെ ഉള്ളൊരു ഹെയർ സ്റ്റൈലാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ജസ്റ്റ് ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് വേണമെച്ചാൽ മാത്രം ചെയ്തിരുന്നാൽ മതി. ചുരുണ്ട മുടിയാണെങ്കിലൊക്കെ നല്ല ഭംഗിയുണ്ടാവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മുടെ ഹെയർ ഫുള്ളായിട്ട് കോംബ് ചെയ്യുക. കോംബ് ചെയ്തതിന് ശേഷം നമ്മളെപ്പോഴും എന്തെങ്കിലും ഒരു ഹീറ്റ് പ്രൊട്ടക്ഷൻ നമ്മുടെ ഹെയറിന് കൊടുത്തിരിക്കണം. എന്തെങ്കിലും സീറോ ആണെങ്കിലോ. ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീമാണ്. ഇതൊരു കുറച്ച് ക്വാണ്ടിറ്റി നമ്മുടെ കയ്യിലെടുത്തതിന് ശേഷം നമ്മുടെ രണ്ട് കയ്യിൽ ഇങ്ങനെ ചെയ്യുക. അതിന് ശേഷം ഫുൾ ഹെയറിൽ, സ്കാൽപ്പിൽ വേണ്ട, നമ്മുടെ ലെങ്ത്തുള്ള ഭാഗത്ത് മാത്രമായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഫുൾ ലെങ്ത്തുള്ള ഭാഗത്ത് ഫുള്ളായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുടി ഇപ്പോൾ സ്ട്രെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സ്ട്രെയിറ്റ് ചെയ്യുന്ന മാത്രമല്ല, നമ്മളുടെ എന്തെങ്കിലും ഒരു സ്റ്റൈലിംഗ് മെഷീൻസ് നമ്മുടെ ഹെയറിൽ യൂസ് ചെയ്യാണ്. ഈവൻ ഹീറ്റർ പോലും യൂസ് ചെയ്യാൻ ഡ്രയർ പോലും യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കണം എന്നാണ് പറയുക. ഇല്ല വെച്ചാൽ നമ്മുടെ മുടിക്ക് അത് ഭയങ്കരമായിട്ട് ഡാമേജ് ചെയ്യിപ്പിക്കും. പിന്നെ എങ്ങനെയാണ് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുള്ളൊരു വീഡിയോ ഞാൻ ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോറി, ഉടനെ തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ ടെമ്പറേച്ചർ കൂട്ടിയിട്ടിട്ട് ഒറ്റ തവണ ചെയ്യുന്നതാണ് നല്ലത്. ഞാൻ അവിടെ 2 തവണ ചെയ്തിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂടാകാനായിട്ട് നിന്നില്ല. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുടിക്ക് എത്ര കേടുണ്ടാവില്ല. കാരണം ഒറ്റ തവണയല്ലേ നമ്മൾ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്യുമ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മാത്രം സ്ട്രെയിറ്റ് ചെയ്തിരുന്നാൽ മതി. അപ്പോൾ നമ്മളെപ്പോഴും നമ്മുടെ ഹെയറിൽ എന്ത് യൂസ് ചെയ്യുന്നതിന് മുന്നേയായിട്ട് എന്തെങ്കിലും ഒരു സീറോ എന്തെങ്കിലും സംതിങ് യൂസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഈ ഹെയർ സ്റ്റൈൽ ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഈ ഹെയർ സ്റ്റൈലിന് വേണ്ടിയിട്ട് നമുക്ക് സൈഡിൽ നിന്ന് വേണമെങ്കിൽ വകുച്ചിലെടുക്കാം, നടുവിൽ നിന്ന് വേണമെച്ചാലും വകുച്ചിലെടുക്കാം. അതിനുശേഷം ഫ്രണ്ടിൽ 2 പോർഷൻ ഓഫ് ഹെയർ നമ്മൾ വിടുക. കാരണം അവിടെ നമുക്കൊന്ന് ജസ്റ്റ് പിന്നി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ 2 സൈഡിലുള്ള മുടി വിട്ടതിന് ശേഷം ബാക്കിൽ നിന്ന് നടുവിൽ നിന്ന് നമ്മളിങ്ങനെ ഒരു കുഞ്ഞു പോലെ, എന്താ പറയുക, നമ്മൾ പണ്ടൊക്കെ മുടി കെട്ടില്ലേ, അതുപോലെ കുഞ്ഞിതായിട്ട് എടുക്കുക. എന്നിട്ട് നിങ്ങൾക്ക് വേണമെച്ചാൽ പഫ് വെച്ച് കൊടുക്കുക കേട്ടോ. എൻ്റെ മുടി ഓൾറെഡി എൻ്റെ തല ഭാഗത്ത് കുറച്ച് പൊങ്ങിയിട്ടേ ഇരിക്കണം. അതുകൊണ്ട് എനിക്കിങ്ങനെ പഫ് വയ്ക്കേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പൊക്കി വെക്കണം വെച്ചാൽ ജസ്റ്റ് വെറുതെ ഒന്ന് പൊക്കിയതിന് ശേഷം അവിടെ സ്ലൈഡ് കുത്തിയിരുന്നാലും മതി. പക്ഷേ ഞാൻ ബുഷിട്ടാണ് വെക്കുന്നത്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഹൈറ്റിൽ നല്ല മുടി ഒന്നും കൂടി പൊങ്ങിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവിടെ വെച്ച് നന്നായിട്ട് മുറുക്കനെ കെട്ടിക്കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ള ഹെയർ ജസ്റ്റ് ഞാൻ ഒതുക്കി വെക്കുകയാണ്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല, ഞാൻ വെറുതെ ഒന്ന് ഒതുക്കി വെക്കുകയാണ്. അതിനുശേഷം നമ്മുടെ 2 സൈഡില്ലേ, ഫ്രണ്ടിൽ 2 സൈഡിലുള്ള മുടി എടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് പിന്നി കൊടുക്കാം. പിന്നി കൊടുക്കണത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവണില്ലെങ്കിൽ ആ വീഡിയോ ഒന്ന് പോയി കണ്ടിരുന്നാൽ അതിട്ട് എൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാം. കുറച്ച് മുടി നമ്മൾ എടുക്കുക. അതിന് ശേഷം അത് 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്തതിന് ശേഷം നമ്മൾ നോർമലി ബ്രൈഡ് ചെയ്യില്ലേ, അതുപോലെ ചെയ്യുക. എന്നിട്ട് ഫ്രണ്ടിൽ നിന്ന് കുറച്ച് പോർഷൻ ഓഫ് ഹെയർ നമ്മൾ എടുക്കുക. എന്നിട്ട് അതും കൂട്ടി ചേർക്കുക. മനസ്സിലായില്ലേ എങ്ങനെയാണെന്ന്? അതുപോലെ ചെയ്ത് നമ്മുടെ ഫുള്ള് വേണമെന്നില്ല, ഒരു ചെവിയുടെ ഭാഗം വരെ അങ്ങനെ പിന്നി വയ്ക്കുക. അങ്ങനെ പിന്നി വെച്ചതിന് ശേഷം നമ്മളത് ബാക്കിൽ കൊണ്ടുവന്ന് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കുത്തുക. അങ്ങനെ നമ്മൾ വെറുതെ ഒന്ന് സ്ലൈഡ് കുത്തുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അതില്ലെങ്കിൽ അത് പോവില്ല. അത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കിൽ ജസ്റ്റ് ഒന്ന് സ്ലൈഡ് കുത്തി കൊടുക്കുന്നത്. അപ്പോൾ ബാക്കിൽ വെച്ചിട്ട് വെറുതെ ഒന്നിങ്ങനെ സ്ലൈഡ് കുത്തി കൊടുക്കുക. അതിനുശേഷം ഇപ്പുറത്തെ സൈഡിൽ ഞാനിങ്ങനെ ബ്രെയ്ഡ് ചെയ്യുന്നില്ല. കാരണം അവിടെ കുറച്ച് മുടിയല്ലേ ഉള്ളൂ. അപ്പോൾ അവിടെ നമ്മൾ വെറുതെ ബ്രെയ്ഡ് ചെയ്യേണ്ട ആവശ്യമില്ല, അത്ര കുറച്ച് ഇല്ലല്ലോ. അതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഞാനൊന്ന് ട്വിസ്റ്റ് ചെയ്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ട്വിസ്റ്റ് ചെയ്തതിന് ശേഷം അതും ജസ്റ്റ് സ്ലൈഡ് ചെയ്യണമെങ്കിൽ സ്ലൈഡ് ചെയ്യാം. ഞാൻ സ്ലൈഡ് ചെയ്യുന്നില്ല, എല്ലാം കൂടെ ഞാൻ എന്നിട്ട് മേലെ പൊക്കി കെട്ടി വെക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ കുത്തിയിരുന്ന സ്ലൈഡ് ഊരിയിട്ട് എല്ലാം കൂടെ നമ്മൾ മേളിൽ ഒരു പോണി കെട്ടിയിരുന്നില്ല, അതിൻ്റെ അത്ര ഹൈറ്റിൽ പൊക്കി കൊണ്ടുവരാം. എങ്കിൽ അത്ര ഭംഗിയായിട്ടുണ്ടാവും. നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ താഴ്ത്തി കെട്ടുകയാണെങ്കിൽ ഒരു രസമായിട്ട് ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഭംഗിക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത്ര പൊക്കി കെട്ടുകയാണ്. സ്ലൈഡൊക്കെ ഉണ്ടെങ്കിൽ സ്ലൈഡൊക്കെ റിമൂവ് ചെയ്ത് കളയാം കേട്ടോ. നമുക്കിത് കോളേജിലൊക്കെ ആണെങ്കിലും സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കാണെങ്കിലൊക്കെ ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ സ്റ്റൈലാണ്. ഫ്രണ്ടിൽ നിന്ന് മുടി എടുക്കണം എന്നുണ്ടെങ്കിൽ മുടി എടുത്തിടാം കേട്ടോ. ഞാൻ കഴിഞ്ഞിട്ടിരുന്ന വീഡിയോയിൽ ഏതോ ഹെയർ സ്റ്റൈലിൻ്റെ ഒരു വീഡിയോയിൽ ഇങ്ങനെ പറയുണ്ടായി എന്തിനാ വെറുതെ ഫ്രണ്ടിൽ ഇടണേന്ന്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ ഞാൻ ഫ്രണ്ടിൽ ഇട്ടിട്ടില്ല. എന്നിട്ട് എന്തെങ്കിലും ഒരു കുറച്ച് മുടി ഇങ്ങനെ പൊട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സിറ എടുത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. സിറ അല്ല, ഓയിൽ റീപ്ലേസ്മെൻറ്റ്. ഇനി നമുക്കിത് ഒരു പ്രീ വാഷായിട്ടോ അല്ലെങ്കിൽ ഡീടാംഗ്ലർ ആയിട്ടൊക്കെ ഈ ഒരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് നമ്മളിപ്പോൾ കുളിക്കാനൊക്കെ പോവാണ്, നമ്മളുടെ മുടി ഭയങ്കരമായിട്ട് ഇപ്പോൾ വെളിയിലൊക്കെ പോയിട്ട് വരുമ്പോൾ ആകെ ജട കെട്ടിയിരിക്കില്ല. അങ്ങനെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സംഭവം നമ്മുടെ മുടിയിൽ അപ്ലൈ ചെയ്തതിന് ശേഷം കോംബ് ചെയ്യാന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് കോംബ് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ഇത് നമുക്കൊരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് ആയിട്ട് യൂസ് ചെയ്യാം. അതായത് ഓയിലിന് പകരമായിട്ട് യൂസ് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. ഓയിലിന് പകരമായിട്ട് വേറെ ഒന്നും യൂസ് ചെയ്യാൻ പറ്റില്ല, ഓയിൽ തന്നെയാണ് അതിന് പറ്റുള്ളൂ. പിന്നെ ഇത് കൂടുതൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്യാനും ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. സ്കാൽപ്പിൽ നമ്മൾ ഒരു ഇങ്ങനത്തെ
സംഭവങ്ങൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞില്ല. ഇപ്പോൾ ഇതൊരു കണ്ടീഷണർ കൂട്ടൊരു എഫക്റ്റാണ് എൻ്റെ സ്മെല്ലൊക്കെ ആണെങ്കിലൊക്കെ. അപ്പോൾ നമുക്കിതൊരു നമ്മുടെ ലെങ്ത്തിൽ മുടി നല്ല ഒരു രസമായിട്ട് ഇരിക്കാനായിട്ട് ഒന്ന് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് ഇരിക്കാനായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ. നമുക്ക് ഈ രണ്ടാമത്തെ ഹെയർ സ്റ്റൈൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് നോക്കാം. ഇതൊരു ബ്രെയ്ഡ് കൂട്ടുള്ളതാണ്. ഇത് നമുക്ക് ഷോർട്ട് ഹെയർ ആണെങ്കിലും നമുക്ക് ഈ ഒരു ബ്രെയ്ഡ് ചെയ്യാം കേട്ടോ. ലോങ് ഹെയർ ആണെങ്കിൽ മാത്രമല്ല ഷോർട്ടായിട്ടുള്ള ഹെയർ ഉള്ളവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മളുടെ ഹെയർ ഒന്ന് സോഫ്റ്റൻ ചെയ്യാനായിട്ട് ഒരു സിറം എന്തെങ്കിലും യൂസ് ചെയ്യുക. അവിടെ സിറായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് പാൻറ്റീൻ്റെ ഓയിൽ റീപ്ലേസ്മെൻ്റ് ആണ് സിറായിട്ട് എടുക്കുന്നത്. വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുത്തിരുന്നാൽ മതി. അതിനുശേഷം അത് ഫുൾ നമ്മളുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുക. അതായത് ലെങ്ത് ഉള്ള ഭാഗത്ത് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ടിപ്പില്ലേ മുടിയുടെ തുമ്പത്ത് മാത്രമായിട്ട് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇങ്ങനെ ചെയ്യാന്നുണ്ടെങ്കിൽ ജടയൊന്നും ഇല്ലാണ്ട് നമുക്ക് നല്ല രസമായിട്ടിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യാൻ പറയുന്നത്. അതിനുശേഷം ഹെയർ ഒന്ന് കോംബ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് ജടൊന്നും ഇല്ലാണ്ട് കോംബ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ പുരുകില്ലേ, പുരുകത്തിൻ്റെ ഈ ഹൈ പോയിൻറ്റില്ലേ, ഹൈ പോയിൻറ്റ് നമ്മൾ രണ്ട് വശത്തു നിന്ന് എടുക്കുക. എന്നിട്ട് അത്ര മുടി എടുത്തിട്ട് ബാക്കിലേക്ക് കൊണ്ടുവരിക. നിങ്ങൾക്ക് വേണമെച്ചാൽ പഫ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുക കേട്ടോ. നമ്മളുടെ ഫേസ് ഷേപ്പ് എങ്ങനെയാണോ നമ്മുടെ ഫേസിന് ചേരുന്ന രീതിയിൽ അതെല്ലാം കൊടുക്കാം. അതിനുശേഷം ജസ്റ്റ് നമ്മൾ എടുത്തിരിക്കണ സംഭവമില്ലേ, ഫ്രണ്ടിൽ നിന്ന് എടുത്തിരിക്കണ മുടി മൂന്നായിട്ട് ഇങ്ങനെ ഒന്ന് മൂന്നായിട്ട് എടുത്ത് നമ്മൾ പിന്നി കൊടുക്കുകയാണ്. ജസ്റ്റ് വെറുതെ ഇങ്ങനെ ഒന്ന് പിന്നി കൊടുക്കുക. ആദ്യം ഒരു 2 സൂത്രം ഇങ്ങനെ പിന്നി കൊടുക്കുക. എങ്കിലാണ് അത് അവിടെ അത്ര ടൈറ്റായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ടാട്ടോ നമ്മൾ അങ്ങനെ ചെയ്യണം. അല്ലെങ്കിൽ ചിലപ്പോഴെങ്കിൽ ലൂസായി പോകും. അതിനുശേഷം നമ്മൾ നോർമലായിട്ട് കുറച്ച് മുടി എടുക്കുക. എന്നിട്ട് നോർമൽ ബ്രെയ്ഡ് ചെയ്യുക. ഇപ്പുറ സൈഡിൽ നിന്ന് എടുക്കുക. അതുകൂടി ചേർത്തിട്ട് ബ്രെയ്ഡ് ചെയ്യുക. അങ്ങനെ മനസ്സിലായില്ലേ? എടുത്ത് നമ്മൾ സാധാരണ എങ്ങനെയാണ് ബ്രെയ്ഡ് ചെയ്യാന്ന് വെച്ചാൽ അതുപോലെ ബ്രെയ്ഡ് ചെയ്യുക. ഇത് എത്ര പാടുള്ളൊന്നുമല്ല, എല്ലാവർക്കും അറിയാവുന്നതാണ്. നല്ല രസമായിട്ടുണ്ടാവും കാണുമ്പോൾ. ഭയങ്കര ഇത് ഫുൾ ഇതുമാതിരി ബ്രെയ്ഡ് ചെയ്തിരിക്കുകയാണ് വെച്ചാലും നല്ല കേട്ടോ കാണാൻ. ഇല്ലെങ്കിൽ നമുക്ക് എത്ര പകുതി വെച്ചിട്ട് അത്ര വെച്ചിട്ട് മാത്രമാണെങ്കിലും ക്ലിപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലൊക്കെ നല്ലതാണ്. അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ ക്രിയേറ്റിവിറ്റി അനുസരിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി ചെയ്തിരുന്നാൽ മാത്രം മതി. ഞാനിപ്പോൾ ഇത് നെക്കിൻ്റെ അവിടം വരെ ഇങ്ങനെ ബ്രെയ്ഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം അവിടെ ഒരു സ്ലൈഡോ ഇല്ലെങ്കിൽ ക്ലിപ്പോ കുത്തിയാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. ഞാൻ കുറച്ച് ലൂസായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ക്ലിപ്പൊന്നും കുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഇങ്ങനെ ലൂസായിട്ടിരിക്കണത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ ക്ലിപ്പ് ചെയ്യാം കേട്ടോ. അതിനുശേഷം ഞാൻ ആ മുടി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ലൂസായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. നിങ്ങൾക്ക് ഒത്തിരി മുടിക്ക് വണ്ണമില്ല, തിന്നായിട്ടുള്ള മുടിയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ലൂസായിട്ട് കൊടുക്കുകയാണെങ്കിൽ കാണാനായിട്ട് രസമുണ്ടാവും. എന്നിട്ട് മുടി ഫ്രണ്ടിൽ നിന്ന് എടുക്കുന്നത് വെച്ചാൽ കുറച്ച് നമുക്ക് എടുക്കാം കേട്ടോ. ബാക്കിൽ നല്ലൊരു രസമായിട്ട് ഇങ്ങനെ ഒരു ഭംഗിയായിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ. ഇനി നമുക്കിതൊരു കണ്ടീഷണറിന് റീപ്ലേസ്മെൻ്റ് ആയിട്ട് നമുക്ക് ഈ ഒരു ഓയിൽ റീപ്ലേസ്മെൻറ്റ് ക്രീം യൂസ് ചെയ്യാൻ പറ്റും. അതായത് നിങ്ങൾക്ക് കണ്ടീഷണർ ഇപ്പോൾ ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതിന് പകരമായിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ലിവിങ് കണ്ടീഷണറായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെയർ ഇതുപോലെ ഉണ്ടാവും. നല്ലൊരു പറന്നല്ല രസമായിട്ടുണ്ടാവും. പക്ഷെ അധികം ഒന്നും ഉപയോഗിക്കണ്ട കേട്ടോ, അത്യാവശ്യത്തിന് മതി. ഇനിയിപ്പോൾ ഈ ഒരു ക്രീമിൻ്റെ ഒരു കുട്ടി റിവ്യൂ തരാം. കുറേ പേരിങ്ങനെ ചോദിക്കുന്നുണ്ടായി. ഇത് നല്ലൊരു ഇങ്ങനത്തെ 2 ബ്ലാക്ക് പാക്കേജിങ്ങിലാണ് നമുക്ക് കിട്ടുന്നത്. ട്രാവൽ ഫ്രണ്ട്ലി ആണ്. ഇത് ലീക്കായി പോകുന്നില്ല. നമുക്ക് ബാഗിലൊക്കെ ഇട്ടിട്ട് പോകാൻ പറ്റിയിട്ടുള്ളതാണ്. പിന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ എഴുതിയിരിക്കുന്നത് പാൻറ്റീൻ പ്രോ വി ഓയിൽ റീപ്ലേസ്മെൻറ്റ് പവർ ഓഫ് ന്യൂറിഷിംഗ് ഓയിൽസ് ഇൻ എ ക്രീമി ഫോം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഇവരുടെ ഡയറക്ഷൻസും ഇത് എങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഏതെല്ലാം രീതിയിൽ യൂസ് ചെയ്യാമെന്നുള്ളതൊക്കെ പറഞ്ഞിട്ടെല്ലാം ഞാൻ വീഡിയോയിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട കുറച്ച് കെമിക്കൽ കണ്ടൻസ് ഒക്കെ ഉണ്ട്. അതായത് ആൽക്കഹോൾ കണ്ടൻറ്റ് ഒക്കെ ഉണ്ട്. പാരബൻസ് ഒന്നും മെൻഷൻ ചെയ്തിട്ടില്ല. എന്തായാലും ആൽക്കഹോൾ കണ്ടൻറ്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതെന്തായാലും നമ്മുടെ ഹെയർ കുറച്ച് ഡ്രൈയിങ് ആക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഒത്തിരി തവണ ഇത് യൂസ് ചെയ്യരുത്. നമുക്ക് എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ മുടി നല്ല രസമായിട്ട് കിടക്കാനായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഇത്. 18 ml ഓഫ് പ്രോഡക്റ്റാണ്. ഇതിന് 85 rupees. നമ്മുടെ മുടി കാണാനായിട്ട് നല്ല ഭംഗിയായിട്ട് നല്ല സോഫ്റ്റായിട്ട് നല്ല ഒരു സ്മൂത്ത് ആയിട്ടുണ്ടാവും കാണുമ്പോൾ തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കാം. പിന്നെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തേക്കാം. ഫ്രണ്ട്സ്, ഫാമിലി, റിലേറ്റീവ്സ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഒരു ചാനൽ ഉണ്ടെന്നും സബ്സ്ക്രൈബ് ചെയ്തേക്കാൻ കൂടെ ഒന്ന് പറയാം. അപ്പോൾ നമുക്ക് വേണ്ടി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാ.